വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതശരീരം വീട്ടിലെത്തിച്ചു. ഇതിനിടെ കൂട് സ്ഥാപിച്ചതിന് സമീപത്തായി കടുവയുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. കടുവയെ കൂട്ടിലാക്കുക എന്നതിനാണ് പ്രാഥമിക പരിഗണന എന്ന് വനംവകുപ്പ് അറിയിച്ചു. കുംകി ആനകളെ വൈകാതെ എത്തിക്കും. ഉച്ചയോടുകൂടി വെറ്ററിനറി ടീമിന്റെ പരിശോധന നടക്കും. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും. കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി ഇത് സ്ഥാപിക്കുന്നുണ്ട്. ഇതിനകം 38 ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമറകളിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ കടുവ കൂടിന് സമീപത്തുണ്ട് എന്ന് മനസ്സിലായത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം, രാധയുടെ പൊതുദർശനം തുടരുകയാണ്. നിരവധി നാട്ടുകാരാണ് അങ്ങോട്ടേക്ക് എത്തി രാധയ്ക്ക് അന്തിമാഞ്ജലി അർപ്പിക്കുന്നത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, പോലീസിന്റെയൊക്കെ വലിയ സാന്നിധ്യമുണ്ട് അവിടെ. രാധയുടെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അറിയേണ്ടത് ഈ കടുവ അത് കൂട്ടിന് സമീപമുണ്ട് എന്നുള്ളതാണ്. അത് ആശ്വാസകരമാണ്. കൂട്ടിലേക്ക് കയറ്റാനുള്ള നടപടികൾ അല്ലെങ്കിൽ കൂട്ടിലെത്തിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളിലാണോ ഇപ്പോൾ വനംവകുപ്പ്? തീർച്ചയായും ഒരു വശത്ത് രാധയുടെ സംസ്കാരത്തിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഈ കടുവയെ കൂട്ടിലാക്കി പിടികൂടുക എന്ന ലക്ഷ്യവുമായി വനംവകുപ്പ് ഊർജിതമായ പരിശ്രമം നടത്തി വരികയാണ്. ഇന്നലെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3 മണിയോടുകൂടി വീണ്ടും കടുവയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നു. രാധയുടെ മൃതദേഹം കടന്ന സ്ഥലത്തേക്ക് പോയ നാട്ടുകാർ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തന്നെ കടുവ ഉണ്ടാകും എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം കാണപ്പെട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ പ്രത്യേക കൂട് തയ്യാറാക്കിയത്. ഇലകളും മരച്ചില്ലകളും ഒക്കെ ചേർത്ത് ഒറ്റനോട്ടത്തിൽ കൂടാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരു കെണിയാണ് അവിടെ ഒരുക്കി. അതിനുള്ളിൽ ആടിനെയും ജീവനുള്ള ആടിനെയും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടേക്ക് കടുവ എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് കടുവ ഒരു ഇരയെ പിടികൂടിയാൽ പിന്നീട് ആ സ്ഥലത്തേക്ക് വീണ്ടും എത്തുന്ന പ്രവണത കാണിക്കാറുണ്ട്. നേരത്തെ പുൽപ്പള്ളിയിൽ മറ്റും അമരക്കുനി മേഖലയിൽ എത്തിയ കടുവ വളർത്തു മൃഗങ്ങളെ ആടുകളെയാണ് പിടികൂടിയത്. ഓരോ ആടുകളെയും കൊന്ന ശേഷം മണിക്കൂറുകളുടെ ഇടവേളയിൽ ആ സ്ഥലത്തേക്ക് തന്നെ എത്തിയിരുന്നു. അവിടെ സ്ഥാപിച്ചിരുന്ന കൂടുകളുടെ സമീപത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ പലപ്പോഴും കൂടുകളിൽ കയറാതെ ഈ കൂടുകൾക്ക് ചുറ്റും നടന്ന ശേഷം നടന്നകലുന്ന കടുവയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആട്ടിൻകൂടിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു കൂട് ക്രമീകരിക്കുകയും ആ കൂട്ടിൽ കുടുങ്ങുകയുമാണ് ചെയ്തത്. എന്തായാലും അതേ രീതിയിൽ തന്നെ ഇവിടെയും കൂട്ടിലേക്ക് കടുവ കയറും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇന്ന് രാവിലെയും അധികൃതർ പ്രകടിപ്പിച്ചത്. ചില ക്യാമറ ട്രാപ്പുകൾ കാട്ടിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. 38 ക്യാമറകളാണ് കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്യാമറകളിലൊന്നിൽ ഈ കടുവയുടെ ഒരു സൂചനകൾ, കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതുകൊണ്ട് ഈ സംഭവ സ്ഥലത്തിന് സമീപം തന്നെ ഇപ്പോഴും കടുവ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉൾക്കാടിലേക്ക് പോയിട്ടുമില്ല. എന്തായാലും തിരിച്ച് ഈ താൻ ആക്രമിച്ച ഇരയുടെ അടുത്തേക്ക് എത്തും എന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ്. ആ ഭാഗത്തു നിന്നും ആളുകളെയൊക്കെ പൂർണ്ണമായും മാറ്റിയിരുന്നു. ഈ നിലവിലുള്ള ക്യാമറ ട്രാപ്പുകൾക്കപ്പുറം 8 തത്സമയ സ്ട്രീമിംഗ് സൗകര്യമുള്ള ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ അധികൃതർ കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ ക്യാമറ ട്രാപ്പിൽ നിലവിലെടുക്കുന്ന ഡാറ്റ പുറത്ത് എത്തിച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് കടുവയുടെ സാന്നിധ്യം അറിയാൻ. പക്ഷേ ആ സ്ഥലത്തേക്ക് ആ സമയത്ത് പിന്നീട് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് തത്സമയ സ്ട്രീമിംഗിൽ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടാൽ ആ മേഖലയിലേക്ക് കൂടുതൽ വനപാലകർ എത്തുകയും ഒരുപക്ഷെ മയക്കുവെടി വെച്ച് പിടികൂടി നടക്കുമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിനുമൊക്കെ കഴിയും. അതുകൊണ്ടാണ് തത്സമയ ക്യാമറകൾ കൂടുതലായി ലൈവ് സ്ട്രീമിംഗ് സൗകര്യമുള്ള ക്യാമറകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഡ്രോൺ നിരീക്ഷണം തുടരുന്നുമുണ്ട്. ഇന്നലെയും ഈ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഡ്രോണുകളിൽ കാര്യമായൊരു സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഡ്രോണുകൾക്ക് പകരം ഈ സാധാരണ ഏരിയൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ പുരോഗമിക്കും. ഒപ്പം കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കും എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം എത്രമാത്രം തെരച്ചിലിന് ഗുണകരമാവും എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കും കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. കാരണം ഈ സാധാരണഗതിയിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇറങ്ങി ഈ സമതലങ്ങളിലൊക്കെയാണ് കുങ്കിയാനകളെ ഉപയോഗിച്ച് പരിശോധന നടത്താറുള്ളത്. പക്ഷേ ഇത് മുളങ്കാടുകൾ തിങ്ങി നിറഞ്ഞ ഇടതൂർന്ന മരങ്ങളുള്ള ഒരു വലിയ
വനമേഖലയാണ്. അതുകൊണ്ട് കുങ്കിയാനകൾ എത്രമാത്രം ഫലപ്രദമാവും എന്നറിയില്ല. പക്ഷേ കുങ്കിയാനകളെ ഉച്ചയ്ക്ക് മുമ്പായി എത്തിക്കും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വനംവകുപ്പിന്റെ വെറ്റിനറി സംഘം ഡോക്ടർ അരുൺ സക്കറിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള സംഘവും കാട്ടിൽ അല്പസമയത്തിനകം എത്തിച്ചേരും. എന്തായാലും 3 തരത്തിലുള്ള കാര്യങ്ങളും പരിഗണിക്കുന്നു. അതായത് കൂട്ടിൽ കെണിയിലാക്കി ഈ കടുവയെ പിടികൂടുക, പക്ഷേ ഏറ്റവും ഏറെ ദുഃഖകരമായ കാഴ്ചകളാണ്. രാധയുടെ ബന്ധുക്കളാണ്, രാധയുടെ അടുത്ത ബന്ധുക്കളാണ് മൃതദേഹം അവസാനമായി കണ്ട് പൊട്ടിക്കരയുന്നത്. അപ്പുറത്തും കൂടെ വരണേ. ഇതിലൂടെ ആ സൈഡ് സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അല്പം മുമ്പാണ് വലിയ പോലീസിന്റെ സാന്നിധ്യത്തിൽ രാധയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള ജനങ്ങളുടെ ജനക്കൂട്ടം അവിടെയുണ്ട്. ഒരുപാട് ആളുകൾ രാധയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കടുവയെ അല്പം മുമ്പ് ഈ കൂടിന് സമീപത്ത് കണ്ടു. പക്ഷേ കടുവയെ കൂട്ടിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കടുവ കൂടിന് സമീപത്ത് ഇങ്ങനെ വിഹരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ കൂട്ടിനകത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. പരമാവധി കൂട്ടിനകത്ത് കയറ്റി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അത് സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊന്ന്, അങ്ങനെ സാധിച്ചില്ല എങ്കിൽ വെടിവെച്ച് കടുവയെ മയക്കുവെടി വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലുക. 2 ഉത്തരവുകളും പോലീസിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഇന്ന് അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അരുൺ സക്കറിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ, വനംവകുപ്പിന്റെ പ്രമുഖർ അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എസ് സനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പമാണ് ഈ പറഞ്ഞതുപോലെ പോലീസ് ഈ കടുവയുടെ സാന്നിധ്യം സമീപത്ത് ഉണ്ടായി, കൂടുതൽ സമീപത്ത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഏറ്റവും പ്രാധാന്യം അധികൃതർ നൽകുന്നത് ഈ കടുവയെ കൂട്ടിൽ പിടികൂടുക എന്നതിന് തന്നെയാണ് എന്ന് നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. കാരണം
വലിയ കടുത്ത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കടുത്ത പ്രോട്ടോകോളുകളൊക്കെയാണ് ഈ കടുവയുമായി ബന്ധപ്പെട്ടുള്ളത്. കടുവ ഒരു ദേശീയ മൃഗമാണ്. ഒപ്പം കടുവ സംരക്ഷണത്തിനായി തന്നെ കോടിക്കണക്കിന് രൂപ പ്രതിവർഷം കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി കൂട്ടിൽ കിട്ടിയാൽ കൂട്ടിൽ തന്നെ കടുവയെ പിടികൂടാം, അല്ലെങ്കിൽ കൂട്ടിൽ കടുവ കുടുങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നവരും. നേരത്തെ പുൽപ്പള്ളി മേഖലയിലും ആദ്യം ജനങ്ങൾ ഈ വെടിവെച്ച് പിടികൂടണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ആഹ്വാനങ്ങൾ കൊടുത്തപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്നും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരുന്നു. കാരണം ഈ കൂട്ടിനുള്ളിൽ കടുവ കുടുങ്ങും എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ കൃത്യമാവുകയും ഒടുവിൽ വനംവകുപ്പ് ഒരുക്കിയ കെണിയിൽ ഈ കടുവ കുടുങ്ങുകയുമായിരുന്നു. അതിനെ പിന്നീട് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു. എന്തായാലും അത്തരത്തിലൊരു തന്ത്രം തന്നെയാവും ഇവിടെയും കൈക്കൊള്ളുക എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പ്രഥമ പരിഗണന എന്തായാലും ഈ കടുവയെ കൂട്ടിൽ പിടികൂടുക എന്നത് തന്നെയാണ്. ഈ വനമേഖലയ്ക്ക് സമാനമായ സാഹചര്യത്തിലുള്ള ഒരു കൂടാണ്, ഒരു കെണിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇലകളും മരച്ചില്ലകളും ഒക്കെ ചേർത്തുള്ള ഒരു കൂടാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങേറ്റം വൈകാരികമായ ചില രംഗങ്ങൾ കൂടി ഈ വീട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അയൽവാസികളായ ആളുകൾ, രാധയുടെ അടുപ്പമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തി വലിയ നിലവിളിയോടുകൂടി എത്തുന്ന കാഴ്ചകൾ കണ്ടു. ബന്ധുക്കളിൽ ഒരാൾ ഒഴിഞ്ഞു വീണിട്ടിപ്പോൾ ആശുപത്രിയിലേക്ക് നീക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. കാരണം ഇന്നലെ രാവിലെ ഈ വീട്ടിൽ നിന്നും പതിവ് പോലെയുള്ള ജോലിക്കായി പുറത്തേക്ക് പോയ ഒരു വീട്ടമ്മയാണ് ചേതനയറ്റ ഭൗതിക ശരീരമായി ഇന്നിപ്പോൾ ഇവിടേക്ക് മടങ്ങി എത്തിയിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം. കാരണം ഒരു ജനവാസ മേഖലയോട് ചേർന്നുള്ള വനമേഖലയാണ് ഉള്ളത്. പക്ഷേ കടുവയുടെ സാന്നിധ്യം ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇവിടെ അനുഭവപ്പെട്ടത്. മറ്റു പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. കാട് ഇവർക്ക് സ്വന്തം വീട് പോലെയാണ്. കാടിനോടും വന്യജീവികളോടും ഒക്കെ നിരന്തരം ഇടപഴകിയുള്ള ഒരു ജീവിത ശൈലിയാണ് ആദിവാസികൾക്കുള്ളത്. അതുകൊണ്ട് കാടൊരിക്കലും ചതിക്കും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ആക്രമണം ഉണ്ടാവും എന്നത് ഈ കുടുംബം വിചാരിച്ചില്ല. രാധയുടെ ഭർത്താവായിട്ട് ഒരു വനംവകുപ്പ് വാച്ചറാണ്. ഈ രാധയ്ക്ക് ആക്രമണമേറ്റ സ്ഥലമടക്കമുള്ള ബ്ലോക്കുകളിൽ സ്ഥിരമായി പരിശോധനകൾ നടത്തുന്നതിനും നിരീക്ഷണം നടത്തുന്നതിനും ഒക്കെ പോയിരുന്ന ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങേയറ്റം അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാണ് ഒരു വേർപാട് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു വേദന നമുക്ക് ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖങ്ങളിൽ, അയൽപ്പക്കംകാരായാലും ബന്ധുക്കളായാലും ഒക്കെ വലിയ നിലവിളികളോടുകൂടിയാണ് ഈ മൃതദേഹം എത്തിയപ്പോൾ അവർ അതിനെ കാണാനായി എത്തിയത്. എന്തായാലും അങ്ങേയറ്റം വൈകാരികമായ സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യം ഇതുപോലെ നിലനിൽക്കുമ്പോഴാണ് മറുവശത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഒരിടത്ത് ഒരു ആക്രമണം നടത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഈ കടുവ എത്താനുള്ള സാധ്യതകൾ അധികൃതർ തള്ളിക്കളയുന്നില്ല. കടുവയുടെ ഒരു രീതി അതാണ്. ഒരിടത്തൊരു ഇരയെ ആക്രമിച്ച ശേഷം പിന്നീട് വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ എത്തുക, അല്ലെങ്കിൽ ആക്രമിച്ച ഇരയെ വീണ്ടും ഭക്ഷിക്കാനായി എത്തുക തുടങ്ങിയ രീതികളാണ് സാധാരണ ഇതിൽ കടുവ അവലംബിക്കാറ്. ഏതാണ്ട് ഒരാഴ്ചയോളം ആ മേഖലയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം കാണും. നേരത്തെ പുൽപ്പള്ളി മേഖലയിൽ കണ്ട കടുവയാണെങ്കിൽ ഇരപിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ആരോഗ്യം നന്നായി ക്ഷയിച്ചുള്ള ഒരു കടുവയായിരുന്നു. അതുകൊണ്ട് മനുഷ്യർക്ക് വലിയ ആക്രമണം ആ കടുവയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇരപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കൂട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടുകളെ വലിയ പ്രതിരോധം തീർക്കാത്ത, ഇതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത, ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കെട്ടിയിടപ്പെട്ട ആടുകളെ മാത്രം തെരഞ്ഞാണ് ആ കടുവ വേട്ടയാടി കൊന്നത്. പക്ഷേ ഇവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഒരു നരഭോജിയായ കടുവയാണ്. മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ മാംസം ഭക്ഷിച്ച് തുടങ്ങിയ ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ ആ കടുവ ഇനി പിന്മാറുമെന്ന് കരുതാൻ കഴിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വലിയ ആശങ്ക ഈ മേഖലകളിലുണ്ട്. നിരോധനാജ്ഞ നിലവിലുണ്ടെങ്കിൽ പോലും എത്ര ദിവസം അവരുടെ ജീവിതം പൂട്ടിയിടപ്പെട്ട രീതിയിൽ കഴിയും. അവർ പലപ്പോഴും പലരുടെയും ജീവിത മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കാപ്പിത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ, കാപ്പി കർഷകരായ മറ്റാളുകൾ, അവർക്കൊക്കെ വിളവെടുപ്പ് കാലമാണ്. നേരത്തെ അമരക്കുരി മേഖലയിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെയും ഏറെ കാപ്പിത്തോട്ടങ്ങളും കാപ്പി കർഷകരുമാണ്. അവരുടെ ജീവിതം ഒരാഴ്ച പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങിയ സാഹചര്യം കൊണ്ട് എന്തായാലും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സമീപ പ്രദേശങ്ങളിലും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഒരാഴ്ചയോളം ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ, അങ്ങനെയാണ് നേരത്തെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ അല്ലെങ്കിൽ 1-2 കിലോമീറ്റർ ചുറ്റുമുള്ള മറ്റ് ജനവാസ മേഖലകളിലേക്ക് ഈ കടുവ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഭഗീരഥ പ്രയത്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ട്. 100 കണക്കിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ ഈ പല മേഖലകളിലായി നിരീക്ഷണത്തിനായി നിന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും വാച്ചർമാരും തുടങ്ങി ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ വരെയുണ്ട്. അവർ പൂർണ്ണ സമയ നിരീക്ഷണത്തിൽ നടത്തുന്നുണ്ടായിരുന്നു.